അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ ദുആ ബുക്കിലെ 2 ദുആയും പിന്നെ എൻ്റെ സ്കിൻ കെയറുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെങ്കിലും ഞാൻ കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നുള്ളൂ. എൻ്റെ എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ 3:30 എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ 5:30 എണീറ്റ് സുബഹി നിസ്കരിക്കും. എന്നിട്ട് ഖുർആൻ ഓതും, ദുആ ബുക്കിലെ ദുആകളൊക്കെ ഓതും, പിന്നെ കുറച്ച് ദിക്റൊക്കെ ചൊല്ലും. നമ്മൾ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പ്രതിഫലവും കിട്ടത്തില്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി അള്ളാഹു പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടിയൊക്കെ വേണം നമ്മൾ നിസ്കരിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടത്. സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ബെഡൊക്കെ നേരെയാക്കിയിടും. അപ്പോഴത്തേക്കും പത്രം വന്നു കാണും. അങ്ങനെ പത്രം എടുക്കാൻ പോകും. ഈ പൂച്ച എപ്പോഴും ഇവിടെ തന്നെ കാണും. എന്ന് രാവിലെ പത്രം എടുക്കാൻ പോകുമ്പോൾ ഈ പൂച്ചയും കൂടെ വരും. പത്രം എടുത്തിട്ട് ഞാൻ പിന്നെ റൂമിൽ വന്ന് ജനലൊക്കെ തുറന്നിടും. ഇന്ന് രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇപ്പം മഴയെല്ലാം തോന്നും. എന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കും. ചായയൊക്കെ കുടിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ വീടെല്ലാം തൂത്തിടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ദുആ ബുക്കിൽ ഓരോ പുതിയതായിട്ട് കാണുന്ന ദുആകളൊക്കെ എഴുതിയിടും. ഇന്ന് ഞാൻ ഒരു പുതിയ ദുആ എഴുതി. അത് നിങ്ങൾക്കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖവും വിഷാദവും ഒക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പഠിപ്പിച്ച ഒരു ദുആയാണ് ഞാൻ ഇന്ന് പറയുന്നത്. മുസ്നദ് അഹമ്മദിലെ ഹദീസ് 3712 അബ്ദുള്ള ഇബ്നു മസൂദ് റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ദുഃഖവും വിഷാദവും പിടികൂടുമ്പോൾ ഈ ദുആ ഓതിയാൽ അള്ളാഹു അവൻ്റെ ദുഃഖവും വിഷാദവും മാറ്റി സന്തോഷം കൊടുക്കുകയും ചെയ്യുമെന്ന്. ഇനി ദുആ പറയാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാസിൻ ഫീ ഹുക്മുക അദുലുൻ ഫീ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബീഹ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അള്ളാഹുവേ, ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസൻ്റെ പുത്രനാണ്, നിൻ്റെ ദാസിയുടെ പുത്രനാണ്. എൻ്റെ വിധി നിൻ്റെ കയ്യിലാണ്. നിൻ്റെ വിധി എനിക്ക് നടപ്പാവുന്നു. നിൻ്റെ തീരുമാനം നീതിയിലാണ്. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു നിൻ്റെ എല്ലാ പേരുകളാലും, അതായത് നീ നിനക്കു തന്നെ നൽകിയ പേരോ, നിൻ്റെ പുസ്തകത്തിൽ ഇറക്കിയ പേരോ, നിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് പഠിപ്പിച്ച പേരോ, അല്ലെങ്കിൽ നിൻ്റെ അറിവിൽ സൂക്ഷിച്ചിരിക്കുന്ന പേരോ. അതിനാൽ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കുകയും എൻ്റെ നെഞ്ചിൻ്റെ വെളിച്ചമാക്കുകയും എൻ്റെ ദുഃഖം മായ്ക്കുകയും എൻ്റെ വിഷാദം അകറ്റുകയും ചെയ്യണമേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ദുആ ബുക്കിൽ ദുആയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ടേബിളിൽ വെച്ചേക്കുന്ന ഈ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിരുന്നു. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ടേബിളിൽ വെച്ചേക്കുന്ന ചെടിയെടുത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി വെളിയിലെടുത്ത് വെച്ചു. പിന്നെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തു. എനിക്ക് ചെടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണിത്. ഈ ചെടിയിൽ നിന്നാണ് ഞാൻ കുറച്ചെടുത്ത് ടേബിളിൽ വെച്ചേക്കുന്നതും. ചെടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഫേസ് മാസ്ക് ഉണ്ടാക്കി. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത്. എന്നിട്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. കുറച്ച് ബീട്രൂട്ട് എടുത്ത് ജ്യൂസാക്കിയിട്ട് 2 സ്പൂൺ അരിപ്പുഴ എടുത്ത് ബീട്രൂട്ട് ജ്യൂസും കൂടെ മിക്സാക്കും. എന്നിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ക്രീം പോലെ ആക്കി എടുക്കും. ഇത് ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഞാനിത് തേക്കും ഫേസിൽ. എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഫേസ് മാസ്ക് ഇതുപോലെ തേക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് കുരുവൊക്കെ വരുവാണെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് മുഖത്ത് പിടിക്കും. അപ്പോഴത്തേക്കും എൻ്റെ കുരു പെട്ടെന്ന് പോകും. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ സ്ക്രബും ചെയ്യാറുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും സ്കിൻ നല്ല സ്മൂത്താവും. തക്കാളിയും പഞ്ചസാരയും വെച്ചാണ് സ്ക്രബ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്കിന്നിലെല്ലാം നാച്ചുറലായിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് കെയർ ചെയ്യാറുള്ളത്. എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളൊന്നും വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും 1-2 കുരുവൊക്കെ വരത്തുള്ളൂ.
പക്ഷേ ഇടയ്ക്ക് വെച്ച് എൻ്റെ കവിളിൽ രണ്ടിലും കുറേ കുരു വന്നായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ മുടി നല്ലപോലെ ടൈറ്റാക്കിയിട്ട് മേലോട്ട് കെട്ടുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അത് മുതലാണ് എനിക്ക് കുരു വരാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. ഞാൻ ചുമ്മാങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഹെയർ ടൈറ്റാക്കി കെട്ടിയാൽ പിമ്പിൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് കാണിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ മുടി ലൂസാക്കി കെട്ടാൻ തുടങ്ങി. എനിക്ക് സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ ഒന്നും അറിയത്തില്ല, പക്ഷേ അതിനുശേഷം എൻ്റെ കുരു എല്ലാം പോയി. ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. എന്നിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കിയ ഫേസ് പാക്ക് മുഖത്തിട്ടിട്ട് കുളിച്ചു. എന്നിട്ട് ളുഹറൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി. അപ്പോഴത്തേക്കും ചോറ് കഴിക്കാനൊക്കെ സമയമായിരുന്നു. പിന്നെ ചോറ് കഴിച്ചു. ഇന്ന് ചോറിന് ഇതൊക്കെയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ചോറൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണക്കാനിട്ട തുണിയൊക്കെ എടുത്തായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അപ്പോഴത്തേക്കും എൻ്റെ ഇത്ത വരാനുള്ള സമയവും. ഇത്ത 3 മണിക്കൊക്കെയാണ് വരുന്നത്. ഇത്ത വന്നപ്പോഴത്തേക്കും പ്ലംസ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. പിന്നെ പ്ലംസൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും അസറിൻ്റെ ബാങ്ക് കേൾക്കാനുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒളുവൊക്കെ എടുത്തിട്ട് അസറിൻ്റെ ബാങ്ക് കേട്ടപ്പോഴത്തേക്കും അസർ നിസ്കരിച്ചു. പിന്നെ ഖുർആൻ ഓതി, ദുആ ബുക്കിലെ ദുആകളൊക്കെ ഓതി. ഇപ്പോൾ എനിക്ക് ദുആ ബുക്കിലെ എല്ലാ ദുആകളും കാണാതെ അറിയാം. പുതിയതായിട്ട് എഴുതുന്ന ദുആകളാണ് ഇപ്പോൾ ദുആ ബുക്കിൽ നോക്കി ഓതുന്നത്. ഇന്ന് വൈകിട്ട് കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു. എന്നാലും ഈ ചെടികൾക്കൊന്നും വെള്ളം വീഴത്തില്ല. ഈ ചെടികൾ ഷെയ്ഡിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചൂളിയടിച്ച് മാത്രമേ വീഴത്തുള്ളൂ. അതുകൊണ്ട് മഴ പെയ്താലും ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എനിക്ക് മറ്റേ ചെടി കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി പിന്നെ ഇതാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടേബിളിൽ വയ്ക്കുന്ന ചെടി എടുത്ത് അകത്തുകൊണ്ട് വെച്ച് എന്നിട്ട് ചായ കുടിച്ചു. ചായയുടെ കൂടെ പിന്നെ ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഗ്‌രിബിൻ്റെ ബാങ്ക് കേൾക്കാൻ സമയമായി. പിന്നെ ഒളുവൊക്കെ എടുത്ത് മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി ദുആയൊക്കെ ഓതി. മഗ്‌രിബ് നിസ്കരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഡിന്നർ കഴിക്കും. ഇന്ന് ഡിന്നറിന് മാഗി ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ദുആ ബുക്കിൽ ഇന്ന് എഴുതിയ ഒരു ചെറിയ ദുആയും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ ഹൃദയം ശുദ്ധിയോടെ ഇരിക്കാനും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം വരുവാനും അള്ളാഹു പറയുന്നതൊക്കെ അനുസരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണ് പറയാൻ പോണത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 2722 അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ദുആയാണിത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുവേ, എൻ്റെ ആത്മാവിന് തഖ്വ നൽകണമേ, എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ. കാരണം നീയാണ് ആത്മാവിനെ ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൻ. നീയാണ് അതിൻ്റെ രക്ഷകനും അധിപനും. ഇങ്ങനെയാണ് ഈ ദുആയുടെ അർത്ഥം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹദീസിലെ 2 ദുആകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹദീസ് നമ്പറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് നമ്പരും പേരും വെച്ചിട്ട് ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഹദീസിനെ കുറിച്ചും ദുആകളെ കുറിച്ചും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് ഓരോ പുതിയ അറിവുകൾ ലഭിക്കുമ്പോഴും നമ്മൾ ആദ്യം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ. അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നമുക്ക് സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. നമ്മളെല്ലാവരും മരണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഒരുപാട് പണമുണ്ടാക്കി ആഡംബരം കാണിക്കാൻ വേണ്ടിയാവരുത് ജീവിക്കേണ്ടത്. നമ്മൾ കൂടിപ്പോയാൽ ഇനി ഒരു 50-60 വർഷമൊക്കെ ഈ ലോകത്ത് ജീവിക്കത്തുള്ളൂ. നമ്മളെ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവരും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ആഡംബരം കാണിക്കുന്നത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ള 1-2 ജനറേഷൻ മാത്രം നമ്മളെക്കുറിച്ച് ഓർത്തിരിക്കും. പിന്നെ ആരും നമ്മളെക്കുറിച്ച് ഓർത്തിരിക്കത്തില്ല. നമ്മൾ ഈ സമയമൊക്കെ ഖബറിൽ കിടന്ന് നമ്മൾ ചെയ്തതിനൊക്കെ അനുഭവിക്കണം. നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ജീവിക്കണം. നമുക്ക് കഴിക്കാൻ ആഹാരവും കിടക്കാൻ ഒരു വീടുമുണ്ടെങ്കിൽ നമുക്കത് തന്നെ ധാരാളം ഈ ലോകത്ത്. നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വേണം ഈ ലോകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഒരിക്കലും നമ്മൾ കടമെടുത്ത് ഒരു കാര്യവും ചെയ്യരുത്. കടം നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കും.
ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇഷ നിസ്കരിക്കും. ഇഷായ്ക്ക് നിസ്കരിച്ച് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ഞാൻ ചൊവ്വാഴ്ച ഇടാം.